ചെങ്കോട്ട സ്ഫോടന കേസിൽ കൂടുതൽ ഡോക്ടർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് NIA. അൽഫലായിലും സഹാറൻപൂർ ആശുപത്രി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഭീകരപ്രവർത്തകൻ ആദിൽ ജോലി ചെയ്തത് സഹാറൻപൂരിലാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഡോക്ടർമാരായ മുസമ്മിൽ, ആദിൽ, ഷഹീന എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്തു. അതിനിടെ കസ്റ്റഡിയിലുള്ള ഭീകരിൽ നിന്ന് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. സ്ഫോടനം നടന്ന പ്രദേശത്ത് നിന്ന് അന്വേഷണ സംഘം വെടിയുണ്ടകൾ കണ്ടെടുത്തിട്ടുണ്ട്. സ്ഫോടനം ചാവേർ ആക്രമണമെന്നാണ് NIAയുടെ സ്ഥിരീകരണം. ചെങ്കോട്ട സ്ഫോടനം ചാവേർ ആക്രമണം തന്നെയാണെന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് NIA. ഡോക്ടർ ഉമർ നബിയുടെ മുഖ്യ സഹായി അമീർ റാഷിദ് അലി കസ്റ്റഡിയിലായി. ഉമർ കാർ വാങ്ങിയത് അമീറിന്റെ പേരിലാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ആക്രമണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും. കസ്റ്റഡിയിലുള്ള ഭീകരരിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് NIAക്ക് ലഭിച്ചത്. ഹരിയാനയിൽ പിടിയിലായ ഡോക്ടറുടെ ഫോണിൽ സംശയാസ്പദമായ നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹരിയാനയിലെ നൂഹിൽ നിന്നും അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്ത ഡോക്ടർമാരിൽ ഒരാളുടെ ഫോണിൽ നിന്നാണ് നമ്പറുകൾ കണ്ടെത്തിയത്. സ്ഫോടന കേസിൽ കസ്റ്റഡിയിലുള്ള ഭീകരരെ NIA സംഘം വിശദമായി ചോദ്യം ചെയ്തു. ഡോക്ടർമാരായ മുസമ്മിൽ, ആദിൽ, ഷഹീന എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. സ്ഫോടനം നടത്തിയ ഉമർ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ പലതവണ നൂഹിലെത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഇവരുടെ നൂഹ് സന്ദർശനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ തേടാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതിനിടെ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് നിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തി. 9 mm കാലിബർ വിഭാഗത്തിൽപ്പെട്ട 3 വെടിയുണ്ടകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇതിൽ 1 ഉപയോഗിച്ചതും 2 ഉപയോഗിക്കാത്തതുമാണെന്നാണ് വിവരം. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്നും വെടിയുണ്ട കണ്ടെത്തിയെങ്കിലും പിസ്റ്റളോ ഇതിന്റെ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. സായുധ സേന, പ്രത്യേക അനുമതിയുള്ളവർ എന്നിവർക്ക് ഇത്തരം പിസ്റ്റളുകൾ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. വെടിയുണ്ടകൾ എങ്ങനെയാണ് സ്ഥലത്തെത്തിയത്, പ്രതി അത് കൈവശം വെച്ചിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, News 18.